കൊണ്ട് ഭാരപ്പെട്ട ഒരു വ്യക്തിയാണ്. കിലോയിഡ് എന്നുള്ളത് ആ രോഗം എനിക്കുണ്ടെങ്കിലും ആ രോഗത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോകില്ല. പിന്നെ ബിന്ദു എന്ന് പറഞ്ഞ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞാണ് ഞാൻ എനിക്ക് കിലോയിഡ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. രാത്രി ഉറക്കമില്ല, എപ്പോഴും വേദനയാണ്, കത്തി കൊണ്ട് കുത്തി ഇറക്കുന്നത് പോലെയും ചൊറിച്ചിലും ഒക്കെ അടങ്ങുന്ന ഒരു വല്ലാത്ത രോഗം. ഇത് ദുഷ്ടന്മാർക്ക് പോലും വരരുതെന്നാണ് ആഗ്രഹം. ഏതായിരുന്നാലും എൻ്റെ ഒരു സ്നേഹിതൻ പിന്നെ വിജോ സാർ അടക്കം 3 പേര് ഞാനൊരു പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് നവംബർ 2026 നവംബർ 29 പകല് കുളിച്ച് പുറത്തേക്ക് വരുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് അറിയാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതല്ല, പരിശുദ്ധാത്മാവ് ഈ രോഗം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടു, എത്രയോ പ്രാർത്ഥിച്ചു, എത്രയോ ചികിത്സിച്ചു, ഇതിനൊരു ഒറ്റമൂലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യർക്കറിയില്ലായിരിക്കും, നിനക്കറിയാലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നെ എൻ്റെ ഒരു സ്നേഹിതൻ അഡ്വക്കേറ്റ് സജീഷ് ഫ്രാൻസ് വിളിക്കുന്നു, അപ്പോയിൻമെന്റ് എടുക്കുന്നു. പിറ്റേ ദിവസം ഈ 3 പേരും വരുന്നു, സയൻസ് പറയുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യയുടെ 1.5 വർഷമായിട്ട് കൈ ഉയർത്തുവാനോ തിരിക്കാനോ കഴിയാത്ത കയ്യില് വാട്ടർ എനർജിപ്പാട് കെട്ടിക്കൊടുത്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് സൗഖ്യമായി, നല്ലവണ്ണം മൂവ്മെന്റ് ഉണ്ടായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഉടനെ തന്നെ പൈസ ഇല്ലെങ്കിലും ഒരു 10-700 പ്രൊഡക്റ്റ് ഞാൻ എടുത്തു. 3 ദിവസത്തിനകം എനിക്ക് കിലോയിൽ എന്നെ വിട്ടുമാറി, നല്ല ഉറക്കം എനിക്ക് കിട്ടി. മാത്രമല്ല ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇതിന്റെ പ്രാധാന്യം അറിയാവുന്നത് കൊണ്ട് ഞാൻ അധികം താമസിക്കാതെ 1 ലക്ഷം രൂപയുടെ ഒരു പിക്കപ്പ് സെന്റർ എടുത്തു. ഇപ്പൊ 1 ലക്ഷം രൂപയുടെ പിക്കപ്പ് സെന്റർ എടുത്ത് 11 ഐറ്റംസാണ് കിട്ടിയത്. ഇപ്പൊ എൻ്റെ ഒന്നുമില്ല. ഇനിയിപ്പോ ഞാൻ ഐഡി അടിച്ചിട്ട് വേണം രണ്ടാമത് വരുത്താൻ. അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഡോക്ടർ സാഗർ ജോഷിയുടെ ചിന്തയിൽ വന്ന ഈ ചിന്ത ദൈവികമാണ്. കാരണം ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ തിരുവുള്ളമുണ്ടായിട്ട് ദൈവമല്ലോ പ്രവർത്തിക്കുന്നത് എന്നൊരു വാക്യമുണ്ട്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുക. ഡോക്ടർ സാഗർ ജോഷിയുടെ ചിന്തയിൽ വന്ന ചിന്ത ദൈവികമാണ്. അതുകൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രവർത്തിക്കുന്നു. മാത്രമല്ല നിങ്ങളൊരു കാര്യം പറയാം, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള നിങ്ങൾ, അതായത് ആരോഗ്യത്തെ കുറിച്ച് താല്പര്യമുള്ള നിങ്ങളെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാണ്. കാരണം ആരോഗ്യം ദൈവം തരുന്നതാണ്. ആ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവത്തിന് വലിയ പ്രസാദമാണ്. ഇതിലൂടെ നമുക്കൊരു ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ദൈവം അവസരം തന്നിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് വാങ്ങി ഉപയോഗിക്കുക, എന്നിട്ട് റിസൾട്ട് അറിയുക, അത് മറ്റുള്ളവർ പറയുക. പല കാര്യങ്ങളും പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അതെല്ലാം വിട്ടുപോയി. സമയക്കുറവ് കൊണ്ടുള്ള തിടുക്കം കൊണ്ടാണ് അത് ഞാൻ വിട്ടുപോയത്.